എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമുക്കൊരു അതിഥിയുണ്ട്. അതെ, ഉണ്ണി പലേഷൻ. നമ്മൾ സാധാരണ തമാശയ്ക്കെങ്കിലും പറയാനുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. യു സ്പീക്ക് ഇംഗ്ലീഷ്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്. സ്മൃതി സ്പീക്ക് ഇംഗ്ലീഷ്. അതെ അതെ, ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമായൊരു കാര്യമല്ലേ, അല്ലെ? ലോകത്തിന്റെ ഭാഷ, ഗ്ലോബൽ ലാംഗ്വേജ്. അതെ അല്ലെ, ഡോളർ പോലെ തന്നെ വേണ്ടതാണ്. അതെ, എനിക്കൊന്നു കറൻസിയുടെ കാര്യത്തിൽ ഡോളർ ആണെങ്കിൽ ഭാഷയുടെ കാര്യത്തിൽ ഇംഗ്ലീഷാണ് എവിടെ പോയാലും. ഇംഗ്ലീഷുകാർ കോളനി പിടിച്ചെടുത്തതിൻ്റെ ഒരു ഗുണമാണ്. നമ്മുടെ നാടൊക്കെയാണ് ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുന്നതെങ്കിൽ ഇന്ന് ജാപ്പനീസുകാരൊക്കെ അല്ലെങ്കിൽ ചൈനക്കാരൊക്കെ നമ്മൾ മലയാളം സംസാരിച്ചത്. മറ്റു സംസ്ഥാനങ്ങളെക്കാളും പക്ഷേ മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വിമുഖതയാണ്. ആ വിമുഖത നീക്കുന്നതിനുള്ള പല ഏജൻസികളും പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഉണ്ട്. പണ്ട് റാപ്പിഡെക്സ് അല്ലേ, റാപ്പിഡെക്സ് ഇംഗ്ലീഷ് കോച്ചിങ് പരിപാടി ഉണ്ടായിരുന്നു. ഒരു വലിയ തടിച്ച പുസ്തകം. പക്ഷെ ആ പുസ്തകം നോക്കി ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊക്കെ സക്സസ്ഫുള്ളി മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് ഈ വെക്കേഷൻ ക്ലാസ്സുകളുണ്ടായിരുന്നു. നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാലത്തിൽ നിന്ന് കുറച്ചുകൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, വളരെ എളുപ്പം പഠിക്കാൻ സാധിക്കും, അതൊരു ബാലികേറ മലയല്ല, അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ധാരാളം ഏജൻസികൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വൈറൽ താരമായി മാറിയ ഒരു അതിഥി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമിയുടെ CEO മസ്ദൂഖ് നിസാമിയാണ് ഇന്ന് എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ അതിഥിയായി എത്തുന്നത്. വെൽക്കം. യെസ്, മസ്ദൂഖ് നിസാമി, വെരി ഗുഡ് മോർണിംഗ്. പലതരത്തിൽ ഇംഗ്ലീഷ് പഠിക്കാമല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളെ ഒന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ അത് ഗുണമുണ്ടെങ്കിൽ നന്നായിരിക്കും. ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, പുറത്തു പോകാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർ, ഒരു പുതിയ ടെക്നിക്ക് വഴിയാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് അല്ലേ? സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാഡമി കോഡുകൾ വെച്ചുകൊണ്ട്. ഈ കോഡുകളിലേക്ക് എങ്ങനെ വന്നു, ഏതൊക്കെയാണ് ആ കോഡുകൾ? അതായത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് പഠിക്കാൻ ഇന്ന് 2 മെത്തേഡുകൾ നിലവിലുണ്ട്. ഒന്ന് നമ്മളൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രാമർ ബേസ്ഡ് മെത്തേഡാണ് അല്ലേ, ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മെത്തേഡാണ്. അപ്പോൾ അതിന് ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 4ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നുണ്ട്. ഇപ്പോഴും ഇംഗ്ലീഷ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷനാണ് നമുക്ക്. അപ്പോൾ അതിനെ ഈസി ആക്കാനുള്ള ഒരു മെത്തേഡാണ് സ്പീക്ക് ഈസി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് കോഡ് ബേസ്ഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. കോഡ് ബേസ്ഡ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 വളരെ രസകരമായിട്ടുള്ള കോമിക് ആയിട്ടുള്ള 20 കോഡ്സ് ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ സാറ് പറഞ്ഞ ദുഷിയിലൊക്കെ വിടുന്നത്. 20 കോഡ്സ് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുമോ? 20 കോഡ് നമ്മൾ ട്രേഡ് ഇറക്കാം അല്ലേ? അതിൽ ഒരെണ്ണം ഇറക്കാം. ഓക്കെ, ദുഷിയിൽ തന്നെ ആയാലോ? തീർച്ചയായിട്ടും. എന്താണ് ഈ ദുഷിയിൽ? ഇപ്പോൾ ഇംഗ്ലീഷിൽ ഏറ്റവും ആളുകൾ ഒരുപാട് സമയമെടുത്ത് പഠിക്കുന്ന ഒരു ഭാഗമാണ് ടെൻസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് അല്ലേ. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ, ഹാബിച്വൽ ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് പഠിക്കാമെന്നല്ല, നമുക്ക് അതിൻ്റെ ഒരു റിയൽ ആപ്ലിക്കേഷൻ വരുന്ന സാഹചര്യത്തിൽ അത് കിട്ടിക്കോളൊന്നുമില്ല. കാരണം നമുക്ക് ഇത് ഡീകോഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സ്പീക്കീസിൻ്റെ ഈ ഒരൊറ്റ കോഡ് ആലോചിച്ച് കഴിഞ്ഞാൽ, ദുശീലം എന്ന് പറയുന്ന കോഡ് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ജന്മത്തിൽ അത് നമ്മൾ നടക്കില്ല. അതായത് ശീലങ്ങൾ വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഡു ചേർക്കണം. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഡു യു റീഡ് ന്യൂസ് പേപ്പർ? വാട്സപ്പ് യൂസ് ചെയ്യാറുണ്ടോ? ഡു യൂസ് വാട്സപ്പ്? ഇനി ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് ദുശീലം എന്നുള്ള കോഡ് അവിടെ ബ്രെയിനിൽ സെറ്റായി. ഇതാണ് ഈ കോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ പൊസഷൻ. ഒരാളുകളോട് ഉണ്ടോ, ഉണ്ടായിരുന്നു, ഉണ്ടാകുമോ എന്ന് ചോദിക്കുക അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ രസകരമായ കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടപ്പൻ എന്ന് പറഞ്ഞ കോഡ്. ഉണ്ടപ്പൻ എന്ന് പറയുന്ന കോഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ മന്ത്രമാണ് ഡുഹ ഡിഡ്ഹ വിൽഹ. അപ്പോൾ നമുക്കൊരാളോട് ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഫസ്റ്റ് ഭാഗം ഡുഹ, അതായത് ഡു യു ഹാവിൻ്റെ ഷോർട്ടാണ് ഡുഹ എന്നുള്ളത്. അത് ആലോചിച്ചാൽ മതി. ഡുഹ, ഡു യു ഹാവ് ബെൻസ് കാർ അല്ലെ, ഡുഹ, അതാണ് ഡുഹ. ഉണ്ടായിരുന്നോ എന്നാണെങ്കിൽ ഡിഡ്ഹ, ഉണ്ടാകുമോ എന്നാണ് വിൽഹ. അപ്പോൾ ഇതുപോലുള്ള വളരെ രസകരമായ കോഡുകളാകുമ്പം മറക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പം സാധാരണ ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം സാറിനൊക്കെ അറിയാലോ, നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തിയറി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമർ തെറ്റുമോ എന്നുള്ള പേടിയുണ്ട്. തിയറി പഠിച്ച് നമ്മൾ സമയം മൊത്തം വേസ്റ്റ് ആക്കും, പ്രാക്ടീസ് നമുക്ക് കിട്ടുന്നില്ല. ഈ മെത്തേഡിൽ ഒരു 20% സമയം മാത്രമേ നമുക്ക് തിയറി പഠിക്കാൻ ആവശ്യമുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമുക്ക് പ്രാക്ടീസിന് യൂസ് ചെയ്യാം. സോ ദ റിസൾട്ട് വിൽ ബി അമേസിങ്. അല്ല, പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്കത് നിങ്ങളുടെ ഒരു അഷുറൻസ് എന്താണ്? ഇപ്പം ഞാനിപ്പോൾ ആ കോഴ്സിന് വരികയാണ്. ഇപ്പം ഞാൻ ആ കോഴ്സിന് വരികയും നിങ്ങൾക്കൊരു പൈസ തരണമല്ലോ ഞാൻ ആ കോഴ്സിൽ പഠിക്കണമെങ്കിൽ, ചേരണമെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് സക്സസ്ഫുൾ ആകാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണ് നിങ്ങളത് റീഫണ്ട് ചെയ്യുമോ പൈസ? വളരെ ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ സർവീസിൽ നമുക്കൊരു അഷുറൻസ് ഉണ്ടെങ്കിൽ
റീഫണ്ടിനെ കുറിച്ച് ധൈര്യത്തിൽ പറയാം. സ്പീക്ക് ഈസി തുടങ്ങിയ കാലം മുതൽ ഇതുവരെ പറയുന്നത് ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ അവർ കോഴ്സ് 100% റീഫണ്ട്. എത്ര കോഴ്സ് അതിന് ഒരു കണ്ടീഷൻ വേണ്ട. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% റീഫണ്ടാണ്. ഈ കോഴ്സ് എത്ര സമയത്തെയാണ്? ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ലെവലിൻ്റെ ബാച്ചുകളുണ്ട്. L1, L2, L3 ബാച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ 1 മാസം, 2 മാസം, 3 മാസത്തെ ബാച്ചുകളൊക്കെ നമുക്ക് നിലവിലുണ്ട്. ഈ ദുശീൽ പറഞ്ഞു, ഉണ്ടപ്പൻ പറഞ്ഞു, അത് ഒരെണ്ണം കൂടി ഒന്ന് പറഞ്ഞു, കേൾക്കാൻ രസമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കോഡാണ് നമ്മുടെ ഈ റിപ്പോർട്ടഡ് സ്പീച്ച്. പ്രത്യേകിച്ച് PSCക്കൊക്കെ പഠിക്കുന്ന ആളുകൾ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് റിപ്പോർട്ട് സ്പീച്ച്. അതിൻ്റെ ഒരു കോഡാണ് റോബോട്ട് പപ്പു എന്നുള്ളത്. റോബോട്ട് പപ്പു. അതായത് നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഈ റോബോട്ട് പപ്പിൽ നമ്മളത് ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കോഴ്സിൽ വന്നാൽ നമ്മളത് നമുക്ക് പറഞ്ഞെടുക്കാം. റോബോട്ട് പപ്പു, യെസ്, ഉണ്ടപ്പൻ, ദുശീൽ, കൊള്ളാം, രസകരമായ പേരുകളാണല്ലോ. അതുപോലെ ഈ കോഡിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കോമിക്കായിട്ട് നമ്മളെ ബ്രെയിനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഈ വിഷ്വൽ ലേണിംഗ്, കിനസ്തറ്റിക് ലേണിംഗ് എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ ബ്രെയിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വിഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമിക്കായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്നുള്ളത്. നമ്മളൊക്കെ ടൂർ പോയി കഴിഞ്ഞാൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ മറക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ലേണിംഗ് പവർഫുള്ളായിട്ട് നടക്കുന്നു എന്നതാണ്. പക്ഷെ നമ്മുടെ സാധാരണ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ ലോജിക്കൽ ലേണിംഗ് മാത്രമേ ഉള്ളൂ. നമുക്ക് കേൾക്കുന്നു, നമ്മളത് മറന്നു പോവുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ കോഴ്സിന് അധികം വരുന്ന യുവാക്കളായിരിക്കുമല്ലോ. അതെ. ഈ ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കോൺഫിഡൻസ് കുറവാണ് പൊതുവേ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. അപ്പോൾ അതിലൊരു കോൺഫിഡൻ്റ് ആയി പോകാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്? അതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുന്ന സിസ്റ്റം മാറ്റുക എന്നുള്ളതാണ്. അവരോട് എനിക്ക് പറയാനുള്ളത് സിസ്റ്റം മാറ്റാതെ നമ്മൾ കുറേ ഗ്രാമർ നിയമങ്ങൾ മനഃപ്പാടമാക്കിയതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നില്ല. നമ്മളൊക്കെ ഇവിടുത്തെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമറാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാക്ടീസിന് നമ്മൾ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് മാറ്റി കഴിഞ്ഞാൽ തന്നെ ഈ വിഷയത്തിൽ നമുക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരും. ഈ ക്ലാസ് ഇൻട്രാക്റ്റീവ് മോഡിലായിരിക്കും തീർച്ചയായും അല്ലേ? അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ കോഡിനും നിശ്ചിത സമയം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ദുശീൽ, ഈ ദുശീലം ഈ ദുശീലം പഠിപ്പിക്കാൻ വരുന്ന സമയം എത്രയായിരിക്കും? നമുക്ക് ശീലം പഠിപ്പിക്കാൻ എന്ത് വളരെ കോൺഫിഡൻസോട് കൂടി കൊടുക്കാൻ പറ്റുന്നൊരു ടാഗ് ലൈനാ. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 60 മണിക്കൂർ ആണ് സാധാരണ കോഴ്സുകൾ. ഇപ്പോൾ ഇംഗ്ലീഷ് ബേസിക് കാര്യങ്ങൾ അറിയുന്ന ആൾ കേട്ടോ. പല ലെവലുള്ള ആളുകളുണ്ടായിരിക്കും, പല നീഡായിരിക്കും കോഴ്സിന് വരുന്ന ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഈ ഒരു L2 അതായത് ഇൻ്റർമീഡിയറ്റ് ലെവലൊക്കെ വരുന്ന കുട്ടിയാണെങ്കിൽ നമുക്കൊരു 60 മണിക്കൂറിൻ്റെ ടോട്ടൽ കോഴ്സിൽ ഒരു 20 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് നമ്മൾ 20 ടെക്നിക്ക് വരെ പഠിച്ചു തീർക്കും. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് ടെക്നിക്കിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രണയം വെച്ചിട്ടാണ്. പ്രണയം ടെക്നിക്ക്, ശക്തിമാൻ ടെക്നിക്ക്, ഇങ്ങനെ രസകരമായ കോഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് പഠിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഗുണം. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ നമുക്ക് ഈ ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോഴും ഒരു നഴ്സിംഗ് അടക്കമുള്ള പ്രൊഫഷനിലൊക്കെ ഈ IELTS ഒക്കെ വളരെ പ്രധാനമാണല്ലോ. ഇപ്പം ഞാനിപ്പം നമ്മൾ കേരളത്തിലുടനീളം യാത്ര ചെയ്താൽ എല്ലാ സ്ഥലങ്ങളിലും ഈ ബോർഡുകൾ കാണാം കേട്ടോ, ഇത്തരം കോഴ്സുകളുടെ ബോർഡുകൾ കാണാം. അപ്പോൾ അതൊരു അടിസ്ഥാനപരമായ ആളുകൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ വേണ്ടൊരു യോഗ്യതയാണ്. അതെ. അതും ഈ പറഞ്ഞാൽ നിങ്ങളുടെ ഈ കോഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ കഴിയുമോ? കാരണം അത് എല്ലാവർക്കും അങ്ങനെ ഒരു അക്വയർ ചെയ്യാൻ കഴിയാതെ, ഈ IELTS പാസ്സാകാതെ ഇത്തരം കാര്യങ്ങൾക്ക് പോകാൻ കഴിയാതെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു കോഡ് ടെക്നിക്ക് ഗുണപ്പെടുന്ന രീതിയിൽ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? IELTS എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പീക്കേഴ്സിലെല്ലാം എവിടെ അവർ ജോയിൻ ചെയ്യുകയാണെങ്കിലും ഒരു 3 കാര്യം ആദ്യം അവർ ശ്രദ്ധിക്കണം. IELTSൻ്റെ വിഷയത്തിൽ കോഡിലേക്ക് ഞാൻ വരുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് റേറ്റുള്ള സ്ഥാപനത്തിൽ മാത്രം ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണെങ്കിലും സക്സസ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് മാത്രമേ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചിങ് സ്ട്രാറ്റജി ഉണ്ടാവുള്ളൂ. പിന്നെ നല്ല ട്രെയിനേഴ്സ് ഉണ്ടോ നോക്കുക, പിന്നെ റിസൾട്ടിൻ്റെ വിഷയത്തിൽ ഗ്യാരണ്ടി ഉണ്ടോ നോക്കുക. ഇപ്പോൾ സ്പീക്കേഴ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മളതിൽ ഒരു കോഡുണ്ട്, നമുക്ക് ലാപ്പ് സീക്രട്ട് എന്നാണ് പറയാം, നമ്മൾ IELTS യൂസ് ചെയ്യും. അതായത് ഒരു സ്റ്റുഡൻറ്റ് സ്പീക്കേഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് 3 എലമെൻറ്റുകൾ മിക്സ് ചെയ്തിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അതിന് Lനെ നമ്മൾ വിളിക്കുന്നത് ലൈവ് ക്ലാസ് എന്നാണ്. അതായത് എല്ലാ ദിവസവും സ്പീക്കേഴ്സിൻ്റെ മാസ്റ്റർ ട്രെയിനേഴ്സിൻ്റെ ഡിസോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള മാസ്റ്റർ ട്രെയിനേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സസ് കംപ്ലീറ്റ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ സ്പീക്കേഴ്സിന് സ്വന്തമായിട്ട് ആപ്പ് ഉണ്ട്, ആപ്പിലൂടെ എല്ലാ ക്ലാസ്സുകളും, ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലും IELTS ആണ് കംപ്ലീറ്റ് കൊടുക്കുന്നത് ഈ ആപ്പിലൂടെയാണ്. ദെൻ തേർഡ്ലി നമുക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും അവർക്ക്. അപ്പോൾ ഇത് ഈ ഒരു ലാപ്പ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. അഥവാ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു 3 ഡേ ടെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. അതിനുള്ളിൽ അവർക്ക് IELTS നമ്മൾ കംപ്ലീറ്റ് റീഫണ്ട് കൊടുക്കുന്നുണ്ട്. ഈ 60 അവേഴ്സിനുള്ളിൽ നമുക്ക് കോൺഫിഡൻസോടു കൂടി ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള ഒരു ഇൻ്റർവ്യൂയുടെ മുമ്പിൽ പോയിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഈ 60 ഡേയ്സ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ഇപ്പോൾ സ്പീക്കേഴ്സിൽ ഇപ്പോൾ ഏകദേശം ഒരു 6 ലക്ഷം വിദ്യാർത്ഥികൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. 6 ലക്ഷം വിദ്യാർത്ഥികൾ. അപ്പോൾ ഈ ഒരു 18 വർഷം കൊണ്ട് ഇത്രയും സ്റ്റുഡൻസ് ഇവിടുന്ന് പഠിച്ചിറങ്ങണം എന്നുണ്ടെങ്കിൽ അത് റിസൾട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുള്ളൂ.
നിങ്ങൾ തുടങ്ങിയിട്ടിപ്പോൾ 1-2 കൊല്ലമൊന്നുമല്ല, 18 കൊല്ലമായല്ലോ. കൊല്ലായി. അപ്പോൾ ഈ 18 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണ്? എത്ര പേരെ ഇങ്ങനെ വിട്ടു, ഒരു കണക്കൊക്കെ ഉണ്ടാവുമല്ലോ. അതെ അതെ. ഞാനിപ്പോൾ ഒരു ഇതിന് CEO ആണ്, പ്ലസ് ചീഫ് ട്രെയിനറും കൂടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ സ്പീക്കീസിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും മുമ്പ് പല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരായിരിക്കും. അപ്പോൾ അവർ ഇങ്ങനെ പരസ്യം കാണുകയാണ്, കോഡുകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം, 20 കോഡ് ഉണ്ടെന്ന്. അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഓക്കെ ഇനിയിപ്പോൾ അവസാനമായിട്ട് ഇനി ഇതും കൂടി പരീക്ഷ നോക്കുക എന്ന് പറഞ്ഞിട്ട് വരുന്നവരായിരിക്കും ഒരു 50%. ബാക്കിയുള്ള ആളുകൾ നമ്മളെ കണ്ടറിഞ്ഞ് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വാശിയാണ്. എന്ത് ഇവിടെ സ്പീക്കീസിൽ കാല് കുത്തി കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് സംസാരിച്ചേ പുറത്ത് പോകുള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് അവർ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഇതിൽ കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റിനേക്കാൾക്ക് എത്രയോ മുകളിലാണത്. ഇപ്പോൾ ഒരു സാധാരണ വീട്ടമ്മ ഇപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അധികം പണിക്കൊന്നും പോകാതെ പുറം ലോകമൊന്നും അധികം കണ്ടിട്ടുള്ളൊരു വീട്ടമ്മയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് തോന്നി. 60 മണിക്കൂർ കൊണ്ട് ആ വീട്ടമ്മയെ അത്യാവശ്യം ഭർത്താവ് വരുന്ന സമയത്ത് വേർ ആർ യു മാൻ എന്ന് ചോദിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിക്കും, കോൺഫിഡൻസിലേക്ക്. നമ്മളിപ്പോൾ ഒരാൾ വരികയാണെങ്കിൽ അല്ല ഇപ്പം നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കണമെങ്കിൽ പിന്നെ വേറെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഫോൺ എടുത്തിട്ട് ഞാൻ മൊബൈൽ ഫോണിൽ ചോദിക്കില്ല വേർ ആർ യു മാൻ. വന്നു കഴിഞ്ഞപ്പോൾ പറയാൻ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരാൾ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവരുടെ അങ്ങനൊരു കഥയുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷം ബേസിക് ആണോ ഇൻ്റർമീഡിയറ്റ് ആണോ അഡ്വാൻസ്ഡ് ആണോ നോക്കിയിട്ട് അതിന് പറ്റിയ ബാച്ചുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലെവൽ 2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സംസാരിക്കും. ലെവൽ 1 എന്ന് പറയുന്നത് വളരെ ബേസിക് ആണ്. ഇംഗ്ലീഷ് എഴുത്ത് വായനയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ലെവൽ 1 ബാച്ച് എടുക്കാറ്. അപ്പോൾ ഈ എഴുത്തിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല, പ്രധാനം സ്പീക്കിംഗ് ആണ്. ഈ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് എടുക്കുന്ന ആളുകളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിട്ടൺ ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് ലെറ്റർ ഡ്രാഫ്റ്റിംഗ്, ഇമെയിൽ റൈറ്റിംഗ് അതുണ്ട്. അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൽ അത് വരുന്നത്. അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ ലെവൽ 3 ആണോ? ലെവൽ 3. ഓക്കെ. 18 വർഷം ഒരു സ്ഥാപനം നിലനിൽക്കുക, സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സക്സസ് ആണ്. 6 ലക്ഷം പേര് പഠിച്ചിറങ്ങുന്നു. ഈ 18 വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ ആവറേജ് ഇപ്പോൾ ഒരു 6000 സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ആവറേജ് മന്ത്ലി നമുക്ക് അഡ്മിഷൻ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു 5 ഇപ്പോൾ 6 എത്തി. എനിക്ക് തോന്നുന്നത് 2-3 മാസം കൊണ്ട് അത് പെർ മന്ത് 10,000 എത്തുന്നതാണ്. നിങ്ങൾക്ക് എത്ര സെന്റേഴ്സ് ഉണ്ട്? നമുക്ക് ടോട്ടൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓൺലൈനായിട്ടും പഠിക്കാനുള്ള അവസരമുണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ കേരളത്തിലുടനീളം ബ്രാഞ്ചസ് ഉണ്ട്. ട്രിവാൻഡ്രം ടു കണ്ണൂർ വരെ നമുക്ക് എല്ലാ മെയിൻ സിറ്റികളിലും ബ്രാഞ്ചസ് ഉണ്ട്. ഓൺലൈൻ ആണെങ്കിൽ അവർക്ക് ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, ആപ്പിലൂടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് വാച്ച് ചെയ്യാം. പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പേഴ്സണൽ ട്രെയിനറെ നമ്മൾ അവർക്ക് കൊടുക്കും. ഓക്കെ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് മസ്ദൂഖ്. വളരെ സന്തോഷം. എനിക്കൊന്നു കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ അല്ലേ? ഒരുപാട് കണ്ടിട്ട് ഇനി കുറച്ച് ആളുകൾക്ക് പോകാൻ തോന്നുകയാണെങ്കിൽ അതെ ചെയ്യാം. താങ്ക് യു മസ്ദൂഖ്. അറ്റ് പ്രസന്റ് എത്ര സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്കുള്ളത്? എത്ര അധ്യാപകർ? അങ്ങനെ എങ്ങനെയാണ് നമുക്കൊരു 300+ ട്രെയിനേഴ്സ് ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഓൺ ഫീൽഡിലുണ്ട്. യെസ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ് നമ്പർ. ഓക്കെ, താങ്ക് യു മസ്ദൂഖ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി ഉയരങ്ങളിലേക്കൊക്കെ പോകട്ടെ, കൂടുതൽ ആളുകൾ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ വിദേശത്ത് നിന്ന് ആരെങ്കിലും വന്ന് ഈ ഒരു ടെക്നിക്കിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ? അതായത് പുറത്തുനിന്നൊക്കെ വന്നിട്ട് ഇംഗ്ലണ്ടുകാർ വന്നിട്ട് സായിപ്പ് വന്നിട്ട് ഇതുവരെ അവരറിയിച്ചിട്ടില്ലല്ലോ ഈ വിവരം. അവര് UK-ലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി മലയാളം അധ്യാപകരെ പിന്നെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര കൗതുകരം. അതൊരു ട്രെയിനർ ഇപ്പോൾ ഓൾറെഡി അവിടെ ഐൽസ് സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്പീക്കേഴ്സിൽ പഠിച്ച ഒരാളാണ്. മാത്രമല്ല നോക്കൂ, ദുശീലത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. അതേപോലെ കേൾക്കരുത്. ഓക്കെ, താങ്ക് യു മസ്ദൂഖ്. ഓക്കെ, താങ്ക് യു. 20 കോഡുകളിലൂടെ ഇംഗ്ലീഷ് ഇനി ഈസിയായി നിങ്ങൾക്കും